ഇപ്പോൾ നമ്മുടെ അലോവേര ജ്യൂസും അതുപോലെ ഉലുവ ഇത് വെച്ചിട്ട് നമ്മൾക്ക് മെലാസ്മ, അതായത് കറുത്ത പാടുകൾ മുഖത്തോ ശരീരത്തിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഇതൊരു ആയുർവേദം ഡോക്ടർ ഞാൻ യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്. അവർ ഫ്രഷ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പറയുന്നത്. പക്ഷേ നമുക്കിപ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കൽ നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾക്കതൊന്ന് പ്രിസർവ് ചെയ്തിട്ട് വെക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റും, നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിസൾട്ട് അറിയുള്ളൂ. അപ്പോൾ അതിനുള്ള ഒരുക്കാണ്. ഒരു 2-3 ദിവസം ഇതിന് പിടിക്കും ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടെ കൂടണമെങ്കിൽ കൂടിക്കോളൂ. ഫ്രഷ് അലോവേര ജ്യൂസാണ് നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഇതിൽ അളവ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് വരുവാണ്, നല്ല റിസൾട്ടൊക്കെ കിട്ടുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഇതൊരു ഫോമുലയായിട്ട് ഇറക്കാം. അപ്പോൾ അലോവേര ഫ്രഷ് ജ്യൂസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യമുള്ള മുഴുവൻ ഉലുവ നമ്മൾ ഇതിലേക്ക് കുതിർത്ത് വെക്കണം. അപ്പോൾ നമ്മളിപ്പോൾ അതിൽ പറയുന്നുണ്ട് ആ വീഡിയോയിൽ, അലോവേര ജ്യൂസ് ഇല്ലാത്തൊരു അല്ലാത്ത അലോവേര ജെല്ല് വെച്ചിട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ അത് നടക്കില്ല. ഞാനത് ട്രൈ ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫ്രഷ് അലോവേരയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. ഫ്രഷ് അലോവേര തന്നെ വേണം. കാരണം അതിൽ പ്രിസർവേറ്റീവ് ഉള്ള കാരണം ഈ ഉലുവ അങ്ങ് ചുങ്ങി പോകുന്നേ ഉള്ളൂ, അല്ലാതെ അത് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുന്നില്ല, മുളയ്ക്കുന്നില്ല. അപ്പോൾ ഫ്രഷ് അലോവേര കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്നിട്ട് ഇത് നമ്മൾ ഒരു ദിവസം നമ്മൾ ഓവർനൈറ്റ് വെച്ചിട്ട് ഇതുപോലെ ജ്യൂസ് നമുക്ക് കറക്റ്റ് ജ്യൂസ് മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസ് കുറച്ചെടുത്താൽ മതി. ഞാൻ എടുത്ത ജ്യൂസ് കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഞാൻ എന്നിട്ട് ഊറ്റാണ് ചെയ്തത്. ഒരു ദിവസം മുഴുവൻ കുതിര വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ അതൊരു തുണിയിൽ കെട്ടിവെക്കണം. അപ്പോൾ ഇതിൻ്റെ ഗുണം ഇരിക്കുന്നത് ഈ ഉലുവ മുളയ്ക്കുന്നതിലാണ്. അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് എന്നുള്ളത് വേറൊരു വീഡിയോയിൽ പറയാം. നമ്മൾക്ക് ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോമുലേറ്റേഴ്സ് പൊതുവേ ചെയ്യുന്നത് അത് വെച്ചൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ, എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ആയുർവേദം ഡോക്ടേഴ്സ് പോലെയുള്ള ആൾക്കാർ ഇതിൻ്റെ ഗുണങ്ങൾ, ഇതിലുള്ള റിസർച്ച് നടത്തുന്നവരാണ്. ഇതിൻ്റെ എന്തൊക്കെ ഗുണങ്ങളുണ്ടെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. കണ്ടോ, ഞാൻ കുതിർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ജ്യൂസ് കുറച്ച് കൂടി, അത് ഊറ്റിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കി അത് നമുക്ക് ഉപയോഗിക്കാം വേറെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്.